വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പതറാതെ ദൈവത്തോട് ചേർന്നിരിപ്പാനും ദൈവം മുഖത്തേക്ക് നോക്കുവാനും അവൻ്റെ പാദപീഠത്തിൽ മുഴങ്കാൽ മടക്കുവാനും നമുക്ക് കഴിയണം. സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്: എൻ്റെ ദൂരദർശിനി ഉപയോഗിച്ച് ശൂന്യാകാശത്തിൽ കോടാനുകോടി മൈലുകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയും. എന്നാൽ ഞാൻ ദൂരദർശിനി മാറ്റിവെച്ച് മുറിയിൽ കയറി കതകടച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥനാ നിരതനാവുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ ദൂരദർശിനികളും ഉപയോഗിച്ചാലും കാണുന്നതിനേക്കാൾ കൂടുതലായി സ്വർഗത്തെ കാണുന്നതിനും ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്നതിനും എനിക്ക് സാധിക്കുന്നു. യഹൂദ മരുഭൂമിയിൽ തൻ്റെ മകൻ അബ്ശാലോമിനെ ഭയന്ന് ഒളിച്ചു പാർക്കുന്ന ദാവീദ് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് സങ്കീർത്തനം 63. ഒന്നാമത്തെ വാക്യം: ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. തൻ്റെ മകൻ അബ്ശാലോം തനിക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു. ശത്രുക്കളുടെ എതിർപ്പ് നിമിത്തം ദാവീദിന് സിംഹാസനം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടിയും വന്നു. എല്ലാം പ്രതികൂലമായി തീരുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം തന്നെ സ്നേഹിച്ച് കൂടെ നടക്കുന്ന ദൈവത്തോടല്ലാതെ മറ്റാരോടാ ദാവീദിന് സങ്കടം പറവാനുള്ളത്? ദാവീദ് പറയുന്നത്: ദൈവമേ, നീ എൻ്റെ ദൈവം, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ദാവീദ് അനുഭവിച്ചതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോയിട്ടില്ലായിരിക്കാം. എങ്കിലും വിവിധ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, ശരിയല്ലേ? ഉറ്റവരിൽ നിന്നും സ്നേഹിച്ചവരിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലേ? രോഗവും അപകടവും ഉണ്ടായിട്ടില്ലേ? എങ്കിലും ദൈവം എത്ര അതിശയകരമായിട്ടാണ് ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മെ കാത്തു പരിപാലിച്ചത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം: ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. ദിനംതോറും ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കുക. അപ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൽ തുടരെ വേദനകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? പലവിധമായ പ്രതിസന്ധികൾ കൂടി കടന്നു പോകേണ്ട ഒരു സാഹചര്യം 2013 എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കർത്താവിലല്ലാതെ മറ്റാരിലും എനിക്ക് ആശ്രയിപ്പാൻ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വേദപുസ്തകവുമായി കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടുകളെ മടക്കി എൻ്റെ വേദനകളെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ചു. അവൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. എത്ര സമയം അവൻ്റെ മുൻപിൽ ഇരുന്നു എന്നറിയില്ല. എന്നാൽ കർത്താവിനോട് സംസാരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അവൻ എൻ്റെ വായിൽ ചില വാക്കുകൾ നൽകി. അവ ഒരു പാട്ടായി എൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നു. ഞാൻ ഇപ്രകാരം പാടി: ഒന്നും വേണ്ട എന്നേശുവേ, ജീവിതയാത്രയിൽ നീ മതി, ചാരുവാനാശ്രയിപ്പാൻ നീ മാത്രം മതി എനിക്ക്, ചാരുവാനാശ്രയിപ്പാൻ നീ മാത്രം മതി എനിക്ക്. പാപച്ചെളിയിൽ നിന്നും എന്നെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തെ ഓർക്കുമ്പോൾ നീ മാത്രം മതി എനിക്ക്, ദൈവസ്നേഹത്തെ ഓർക്കുമ്പോൾ നീ മാത്രം മതി എനിക്ക്. കർത്താവിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. വീണ്ടും അവൻ തന്നതുപോലെ ഞാൻ പാടി ഹല്ലേലൂയ. കർത്താവ് എന്നെ ബലപ്പെടുത്തി.
ഞാൻ ധൈര്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആശ്രയിപ്പാൻ നീ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ പറയുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ദൈവിക സംരക്ഷണം ജീവിതത്തിൽ പൂർണ്ണമായി അനുഭവമാകുന്നത്. ദൈവിക സംരക്ഷണം ലഭിക്കാൻ നാം പാലിക്കേണ്ടുന്ന ചില സംഗതികൾ 63-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. 1, അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, 1-ാം വാക്യം. 2, ദൈവസന്നിധിയിൽ കൈകളെ മലർത്തണം, 4-ാം വാക്യം. 3, രാത്രിയാമങ്ങളിൽ ധ്യാനിക്കണം, 5-ാം വാക്യം. 4, യഹോവയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കണം, 7-ാം വാക്യം. കർത്താവേ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്റെ ചിറകിൻ കീഴിൽ ആശ്രയം വെച്ച് നിന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ എന്നെയും ശക്തീകരിക്കണമേ. ആമേൻ.